മിൽക്ക് ഷുഗർ ലാക്ടോസ് എന്ന പോലെ തന്നെ മിൽക്ക് പ്രോട്ടീൻസ് രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഒരു പ്രോട്ടീൻ എല്ലാവരും അറിയും, വേ പ്രോട്ടീനാണ്. ഇനി രണ്ടാമത്തെ പ്രോട്ടീനാണ് കേസിൻ പ്രോട്ടീൻ. ഈ കേസിൻ പ്രോട്ടീൻ തന്നെ പല രീതിയിലുണ്ട്. അതിൽ ബീറ്റ കേസിൻ പ്രോട്ടീനിൽ 67ാമത്തെ അമിനോ ആസിഡിൽ വന്നിട്ടുള്ള ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ കാരണമാണ് A1 A2 പാലുണ്ടായത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഹോൾസിൻ ഫ്രീഷ്യൻ, ഐഷെയർ എന്നിങ്ങനെയുള്ള വെസ്റ്റേൺ ഒറിജിൻ പശുക്കളിലാണ് നമ്മൾ ഈ പറഞ്ഞ ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ചതും അവർക്ക് A1 മിൽക്ക് ആയതും. ഇന്ത്യൻ ദേശീയ ബ്രീഡ്സ്, ഫ്രാൻസ്, ചാനൽ ഐലൻഡ്സ് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള പശുക്കളിൽ നിന്ന് കിട്ടുന്ന മിൽക്കാണ് A2 മിൽക്ക്. പശുക്കളിൽ നിന്ന് മാത്രമല്ല, എരുമ, ചെമ്മരിയാട്, ആട് തുടങ്ങിയ മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന മിൽക്കും A2 മിൽക്കാണ്. ഇനി A1 മിൽക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വാർത്തയിൽ ഇടം പിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, A1 മിൽക്ക് ദഹിക്കുന്ന സമയത്ത് BCM7 എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാകുന്നുണ്ട്. ഈ പദാർത്ഥം പലപ്പോഴും ബ്ലോട്ടിങ്, അതായത് ഗ്യാസ് വന്ന് വയറ് വീർക്കുക, അല്ലെങ്കിൽ ദഹനത്തിൽ പ്രശ്നം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ലാക്ടോസ് ഇൻടോളറൻസ് പോലെ തന്നെ ചിലവർക്ക് ഈ A1 മിൽക്ക് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് A1 മിൽക്ക് വാർത്തകളിലും മറ്റും ഇടം പിടിച്ചത്. പോരാത്തന്നെ A1 മിൽക്ക് കാരണം ടൈപ്പ് 1 ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസസ്, പിന്നെ ഓട്ടിസം ഇതൊക്കെ ഉണ്ടാവുന്നുള്ള ഒരു ഒബ്സർവേഷണൽ സ്റ്റഡിയും കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായി. ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് പറയുന്നത് കണ്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. യാതൊരു രീതിയിലുള്ള സയന്റിഫിക് ബാക്കിങ്ങും ഈ ഒരു കാര്യത്തിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് A1 A2 എന്നിങ്ങനെ 2 പാല് വേണ്ട എന്നാണ് FSSAIയുടെ തീരുമാനം. ഇനിയും നിങ്ങൾക്ക് പാലിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചും സംശയം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.